വെൽക്കം ടു ഷൈനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്നാമത്തെ എപ്പിസോഡിൽ ഫ്രൈഡ് റൈസ് ആണ്. ഇൻഗ്രീഡിയൻസ്: ഓണിയൻസ്, ക്യാരറ്റ്സ്, ബീൻസ്, പെപ്പർ പൗഡർ, ഗരം മസാല, സ്വീറ്റ് കോൺ, ഗീ ആൻഡ് ഓയിൽ. ഇതുകൂടാതെ റോസ് വാട്ടർ, ലെമൺ ജ്യൂസ്, പൈനാപ്പിൾ എസൻസ് ആൻഡ് ആൽമണ്ട് എക്സ്ട്രാക്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് സോൾട്ട്, കാഷ്യൂ നട്ട്സ് ആൻഡ് റൈസിൻസ്. റൈസ് വാഷ് ചെയ്ത് 20-25 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിൽ റെഡിയാക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഗോൾഡൻ കളർ ആകുന്നവരെ 2 to 3 സ്പൂൺ ഓഫ് ഓയിൽ ആൻഡ് ഗീ ഇട്ട് നന്നായിട്ട് വറുത്ത് ഗോൾഡൻ ആകുന്നോടം വരെ വെക്കുക. കാഷ്യൂ നട്ട്സ് ആൻഡ് റൈസിൻസ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാഷ്യൂ നട്ട് നല്ല പൗഡർ ആക്കുകയാണെങ്കിൽ അത് തൂളുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾ അത് ദൂരെ കളയിട്ടും ഉണ്ടായിരിക്കത്തില്ല. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസിൻ്റെ കൂടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിൽ ക്യാരറ്റ്സ്, സ്വീറ്റ് കോൺ, ബീൻസ് ഫ്രൈ ചെയ്യുക. ഹാഫ് വേവായി വരുമ്പോഴേക്കും ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി സ്വല്പം ടേസ്റ്റായി വരുമ്പം അതിൻ്റെ കൂടെ സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഗരം മസാലയും പെപ്പർ പൗഡറും ആഡ് ചെയ്യുക. രണ്ട് സ്പൂണ് ലെമൺ വാട്ടർ, റോസ് വാട്ടർ, 2 to 3 ml ഓഫ് വാനില എസൻസ് ആൻഡ് ആൽമണ്ട് എക്സ്ട്രാക്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഒരു കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കി സ്വല്പം ഗീയും ചേർത്ത് മൂടി വെക്കുക. കുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഫ്രൈഡ് റൈസിലേക്ക് കാഷ്യൂ നട്ട്, റൈസിൻസ്, ഓണിയൻസ്, സ്പ്രിംഗ് ഓണിയൻസ് ഡെക്കറേറ്റ് ചെയ്ത് 20 to 30 മിനിറ്റ്സ് 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിൽ വെക്കുക. Thank you for watching. See you in the next episode.